എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പായസം റെസിപ്പിയാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഞാൻ പായസം തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഇടിയപ്പമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടിയപ്പം പായസം കൂടെ ഒന്ന് ചേർത്ത് കഴിച്ചു നോക്കി. വളരെ ടേസ്റ്റി ആട്ടോ. ഈ ഒരു കോംബോ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നാൽ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. പാലിപ്പോൾ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പം കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക് പിന്നും മധുരം ചേർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു 1/4 കപ്പിൽ താഴെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പാലൊന്ന് തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് റോസ്റ്റഡ് ആയിട്ടുള്ള വേർമിസെല്ലി, അതായത് നമ്മൾ വറുത്തെടുത്ത സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കടകളിൽ നിന്നൊക്കെ അങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടും. വറുത്ത സേമിയായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെടുത്ത ഒരു പാനിലിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. നെയ്യൊന്നും ഒഴിക്കാതെ വറുത്തെടുക്കണം. 1 കപ്പ് സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തീരെ കനം കുറഞ്ഞ ടൈപ്പ് സേമിയ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അന്നേരം 4 കപ്പ് പാലിന് ഞാൻ 1 കപ്പ് സേമിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സേമിയ പായസമൊക്കെ തയ്യാറാക്കാൻ നമുക്കറിയാവുന്നതാണ്. സാധാരണ നമ്മളെല്ലാം ചെയ്യുന്നത് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു രീതിക്ക് തന്നെ സേമിയ പായസം നമുക്ക് തയ്യാറാക്കി എടുക്കാം. സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. സേമിയ വെന്ത് വരുമ്പോഴാണ് ഈ പാലിന് മുകളിലേക്ക് സേമിയ വരുന്നത്. ഇനിയും ഇതൊന്ന് കുറുക്കിയെടുക്കണേ. പാല് നല്ലതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യണേ. അല്ലെങ്കിൽ തീരെ അങ്ങ് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാലൊട്ടുമേ സേമിയ പായസത്തിനകത്ത് നമുക്ക് കാണാത്തില്ല. ഒരുപാട് അങ്ങ് കുഴഞ്ഞിരിക്കും. അന്നേരം നമുക്ക് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഏലക്കയൊന്നുമല്ല ഇതിന് ചേർത്ത് കൊടുത്തിരിക്കുന്ന വാനില എസൻസ് ആണ്. നിങ്ങൾ ഇനിയും ഐസ്ക്രീം ഒന്നും ചേർത്തില്ലെങ്കിലും ഈ വാനില എസൻസ് ചേർത്ത് സേമിയ പായസം ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ടേസ്റ്റി തന്നെ കേട്ടോ. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും നമുക്ക് വറുത്തിടാം. കുറച്ച് നെയ്യ് മാത്രം എടുത്താൽ മതി. ഒരുപാട് നെയ്യ് എടുത്തു കഴിഞ്ഞാൽ സേമിയ പായസത്തിൻ്റെ ഒരു ടേസ്റ്റേ കിട്ടില്ല. കുറച്ച് നെയ്ക്കകത്ത് ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും വറുത്തെടുക്കുക. നിങ്ങൾക്ക് എന്തുമാത്രം ഉണക്കമുന്തിരി വേണം, കാഷ്യൂനട്ട് വേണം, അതിനനുസരിച്ച് വറുത്തിട്ടോളൂ. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചെറു ചൂടാകുന്ന സമയത്ത് 1 കപ്പ് ഐസ്ക്രീം എടുക്കുക. ഈ ഐസ്ക്രീമിനകത്ത് 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് മിക്സർ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരു സേമിയ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റെപ്പ് തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ പായസം നമുക്ക് കുടിക്കാൻ പറ്റും. ഇതുവരെ നമ്മൾ സാധാരണ രീതിയിൽ പാലൊഴിച്ചല്ലേ സേമിയ പായസം തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. സേമിയ പായസം ഈ ഒരു രീതിയിൽ ഐസ്ക്രീം കൂടെ ചേർത്തൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഐസ്ക്രീം കൂടെ ചേർത്ത് കഴിയുമ്പോൾ പായസം ഈ ഒരു രീതിക്ക് തന്നെ ഇരിക്കണേ. ഒരുപാട് അങ്ങ് കുറുകിയല്ല, എന്നാൽ അത്യാവശ്യം പായസം കുറുകി തന്നെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിക്ക് വേണം പായസം ഇരിക്കാൻ. ഇനി പാൽ ആവശ്യമായിട്ട് വരുവാണെങ്കിൽ തിളപ്പിച്ച് ആറിയ പാൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് മധുരം ഉണ്ടോ എന്ന് നോക്കണം. മധുരമില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മധുരം കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഗ്ലാസ്സിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ സ്കൂപ്പ് നല്ല ഐസ്ക്രീമും കൂടെ അതിന് മുകളിലേക്ക് ഇട്ട് സെർവ് ചെയ്തോളും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സേമിയ പായസം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.